പുറത്തെടുത്ത സ്ത്രീ മരണപ്പെട്ടു. നേരത്തെ തന്നെ ഗോകുൽ പറയുന്നുണ്ടായിരുന്നു പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചു എന്ന്. ആ സ്ത്രീയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ പൊളിഞ്ഞു വീണ കെട്ടിടത്തിന് അടിയിൽ പെട്ടുപോയതാണ് ആ സ്ത്രീ. ഇപ്പോൾ ഇവരെ കാണാനില്ല. ഈ കെട്ടിടം പൊളിഞ്ഞു വീണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയ സമയം മുതൽ തന്നെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീയെ കാണുന്നില്ല, ഈ ഭാഗത്തേക്ക് പോയതാണ് കാണുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഗൗരവത്തിൽ എടുത്തിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ നീക്കം ചെയ്തതിനിടയിലാണ് സ്ത്രീയുടെ ശരീരം കണ്ടെത്തിയത്. ഇപ്പോൾ നല്ല പരിക്കുകളോടുകൂടിയാണ് കിട്ടിയത്. ഇപ്പോൾ ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു. ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയെ കൂടിയാണ് പുറത്തു വരുന്നത്. ഗോകുലി, അങ്ങനെ ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സേതു, അങ്ങനെയാണ് നമുക്കിപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ആ മരണം. സ്ത്രീയുടെ വിവരങ്ങൾ ഇനി അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. എന്തായാലും നമ്മൾ ആദ്യഘട്ടം മുതൽ സംശയിച്ചിരുന്ന, അതായത് മാധ്യമങ്ങൾ സംശയിച്ചിരുന്ന രീതിയിൽ, അതായത് ഒരു സ്ത്രീയെ കാണാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംശയിച്ചിരുന്നു. അതായത് അത് മന്ത്രിയോടടക്കം നമ്മൾ ചോദിച്ചിരുന്നതാണ്, വ്യക്തമായിട്ട് ചോദിച്ചിരുന്നതാണ് അങ്ങനെ ഒരു വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന്. പക്ഷെ അവരാരും ആ ഘട്ടത്തിൽ അങ്ങനൊരു വിവരം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അങ്ങനൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കം നമ്മളോട് നൽകുകയുണ്ടായത്. എന്തായാലും അങ്ങനൊരു സംഭവം ഉണ്ടായി. ഒരു സ്ത്രീയുടെ മൃതശരീരം ആയി തന്നെയാണ് ഇവിടെ നിന്നും ലഭിച്ചിരുന്നത്, അല്ലെങ്കിൽ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇനി ആ സ്ത്രീ ആരാണ് എന്നുള്ള കാര്യങ്ങളിലൊരു സ്ഥിരീകരണമാണ് ഇനി ഉണ്ടാകേണ്ടത്. നമ്മൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഒരു തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിന്റെ പേരാണ് പറഞ്ഞിരുന്നത്. ബിന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ബിന്ദുവിന്റെ ഭർത്താവായിരുന്നു ഇത്തരത്തിൽ നമ്മളോടൊക്കെ ഫോൺ വിളിക്കുകയുണ്ടായത്. അപ്പോൾ ആ ബിന്ദു തന്നെയാണോ ഈ അപകടത്തിൽ മരിച്ച സ്ത്രീ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അപകടത്തിന്റെ കാരണം അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മരണത്തിന് ഇടയാക്കിയത് ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം വൈകിയതാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനായിട്ട് സാധിക്കും. കാരണം ഈ അപകടം നടന്ന ഒരു 2 മണിക്കൂറോളം ഈ കോൺക്രീറ്റ് പാളികൾ എങ്ങനെ നീക്കം ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ള നടപടികളൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വലിയ വലിയ പാളികളാണ്, സ്വാഭാവികമായിട്ടും കൈ കൊണ്ടെടുത്ത് മാറ്റാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള വലിയ ഭാരമേറിയ പാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കാൻ അല്പം കാലതാമസം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ബുൾഡോസറുകൾ എത്തിയപ്പോൾ ഏകദേശം 1.5-2 മണിക്കൂറുകൾക്ക് ശേഷമാണ് 3 ബുൾഡോസറുകൾക്ക് ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ആ വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു കാലതാമസം എടുത്തു. അതിന് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പ്രദേശത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് 4 വാർഡും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭാഗമാണ്. ആ കെട്ടിടത്തിൻ്റെ ഒരു നടുമുറ്റം പോലെയുള്ള ഭാഗത്തേക്കാണ് ഈ കെട്ടിടം പൂർണ്ണമായിട്ടും തകർന്നു വീഴുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങൾക്കുള്ളിലൂടെ ഈ JCBകൾ എങ്ങനെ ഉള്ളിലേക്ക് കയറ്റും എന്നതിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ പൊളിച്ചുകൊണ്ടാണ് താൽക്കാലികമായിട്ട് അകത്തേക്ക് കയറ്റാവുന്ന രീതിയിലാണ് ചെറിയ 3 ബുൾഡോസറുകൾ ഉള്ളിലേക്ക് കയറ്റി രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം, ഏകദേശം 2 മണിക്കൂറോളം അതിൽ താമസം നേരിട്ടതാണ് ഒരുപക്ഷെ ഒരു ജീവന്റെ വിലയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ആ രക്ഷാപ്രവർത്തനം ഈ രീതിയിൽ ആരംഭിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നുവെന്ന് നമുക്ക് പറയാനായിട്ട് ഈ ഘട്ടത്തിൽ സാധിക്കും.